ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടില്ലേ? ഇതിൻ്റെ പേരാണ് കൊടുങ്ങൽ, അല്ലെ കുടവൻ എന്നൊക്കെ പറയും. കണ്ടില്ലേ? കണ്ടുണ്ടോ? ഇതിൻ്റെ ഇല കണ്ടോ? ഇത് വയലിലും നനവുള്ള പ്രദേശങ്ങളിലും ഈ കല്ല് നനഞ്ഞു കിടക്കുന്ന കല്ലിലൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കും. എപ്പോഴും ഇതിന് നനവ് വേണം. അതാണ് ഇത്. കണ്ടില്ലേ? ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് പറയുന്നത്, ഇത് വായ്പുണ്ണിന്, കുടലിലെ അസുഖത്തിന്, വായ്പുണ്ണിന് ആട്ടുംപാലിനകത്ത് ചെറിയ ഉള്ളിയും ഇതും കൂടെ കാച്ചി കുടിച്ചാൽ വായ്പുണ്ണും അൾസറും ശമിക്കും. അതേപോലെ തന്നെ ബുദ്ധിച്ചീരയെന്ന് ഇതിന് പേരുണ്ട്. കാരണം നമ്മുടെ ബ്രഹ്മിയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെയും പ്രയോജനം. ഇത് കൊച്ചു കുട്ടികൾക്കും അതേപോലെ അപസ്മാരമൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഫലപ്രദമാണ്. കണ്ടില്ലേ? പിന്നെ മെയിനായിട്ട് പാട്ട് പാടുന്നവർക്ക് ശബ്ദമാധുര്യത്തിന് ഇത് അരച്ച് ഇതിൻ്റെ നീര് കുടിക്കുകയോ അരച്ച് കഴിക്കുകയോ ഇത് ലേഹ്യം ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്താൽ ശബ്ദമാധുര്യം ഉണ്ടാവും. അത് പണ്ട് നാട്ടുവൈദ്യത്തിൽ പറയുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ കുഴിനകത്തിന് ഇതിൻ്റെ ഇലയും തണ്ടും അരച്ച് പച്ചമഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് തുണിക്കകത്ത് പൊതിഞ്ഞ് കുഴിനകം ഉള്ളിടത്ത് കെട്ടിവെക്കാം. കണ്ടില്ലേ കുടങ്ങൽ? ഇപ്പോൾ എങ്ങും കാണുന്നില്ല. ഉള്ളൊരു നട്ട് വളർത്തണം കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഇത് ചെറു കിണറ്റിൻ്റെ അടുത്തോ പൈപ്പൊക്കെ വെള്ളമൊക്കെ വീഴുന്നിടത്ത് എപ്പോഴായാലും ഇത് ഒരെണ്ണം കൊണ്ടുവന്ന് നട്ട് വളർത്തണം. എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ. കണ്ടില്ലേ? ഇപ്പം ഞാനൊരു ആമ്പലിൻ്റെ ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് ഞാൻ വെച്ചിരുന്നത്. അതിനകത്ത് ആമ്പലും പിടിക്കുന്നുണ്ട്. ആ നനവുണ്ടായതുകൊണ്ട് അതും ആ ഇലയും നല്ലോണം പിടിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതെന്ന് വെച്ചാൽ നമ്മളെ കിഡ്നിയുടെ ആകൃതിയിലിരിക്കുക. കണ്ടേ? അതുകൊണ്ട് ഈ കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണിത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാം. കൊച്ചു കുട്ടികൾക്ക് ഇതിൻ്റെ ഇല അരച്ച് തേനി കൊടുത്താൽ കുട്ടികൾക്ക് ബുദ്ധി വർദ്ധിക്കും. കൊച്ചിലേ കൊടുത്തു തുടങ്ങണം. അതിന് തോരൻ വെച്ചും കഴിക്കാം. ഇത് ഈ അവസ്മാരമൊക്കെ തലച്ചോറിൻ്റെയൊക്കെ ഞരമ്പുകളൊക്കെ നല്ലോണം ശക്തിപ്പെടാനും ശരീരശക്തിക്കും ദേഹശക്തിക്കും എല്ലാത്തിനും ഏറ്റവും ഉത്തമമാണ് കൊടുങ്ങൽ. നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തണം. എവിടെ നിന്ന് കണ്ടാലും ഒരു തൈയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് ഇത് നമുക്ക് കിളിപ്പിച്ചെടുക്കണം. കണ്ടില്ലേ? ഇതിൻ്റെ ഇല കണ്ട? ഇതാണ് കൊടുങ്ങൽ, കുടവൻ എന്നൊക്കെ പറയും. ഓക്കെ, എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം. അറിഞ്ഞൂടാത്തവർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, താങ്ക് യു.